പ്രധാനമന്ത്രി ഫം യോഗി നന്ദൻ യോജന എന്ന് പറയുന്ന പദ്ധതി രാജ്യമെമ്പാടുമുള്ള അസംഘടിത മേഖലകളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടിയുള്ളതാണ്. 60 വയസ്സ് കഴിയുമ്പോൾ പ്രതിമാസം 3000 രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന പദ്ധതി. കേന്ദ്ര സർക്കാരിന്റെ ഒരു പെൻഷൻ പദ്ധതി, അതായത് ഫം യോഗി നന്ദൻ യോജന എന്ന് പറയുന്ന പദ്ധതിയാണിത്. ഇതൊരു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പോലെയാണ് നടപ്പിലാക്കുന്നത്. ഗുണഭോക്താവ് ഇതിലേക്ക് നമ്മുടെ സംസ്ഥാന ക്ഷേമനിധി ബോർഡ് പോലെ മാസം തോറും പണം അടയ്ക്കണം. അതിന് തുല്യ വിഹിതം കേന്ദ്ര സർക്കാരും കൃത്യമായിട്ട് നിക്ഷേപിക്കും. 60-ാം വയസ്സ് മുതൽ നമുക്ക് 3000 രൂപ വീതം മാസം തോറും പെൻഷൻ ലഭിക്കും. ദിവസവേതനത്തിന് ജോലി ചെയ്യുന്നവര്, കൂലിപ്പണിക്കാര്, തയ്യൽ തൊഴിലാളികൾ, കച്ചവടങ്ങൾ ചെയ്യുന്നവര് ഇവർക്കെല്ലാം തന്നെ അപേക്ഷ വയ്ക്കാനായിട്ട് സാധിക്കും. PF ആനുകൂല്യങ്ങൾ വാങ്ങാനായിട്ട് പാടില്ല. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്കാണ് സ്കീമിൽ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. 18 വയസ്സിൽ ചേരുന്ന ഒരാള് 55 രൂപ വീതമാണ് എല്ലാ മാസവും അടയ്ക്കേണ്ടത്. 60 വയസ്സ് എത്തുന്നത് വരെ ഇതേ തുക അടയ്ക്കാം. ഇനി 29-ാം വയസ്സിലാണ് ചേരാൻ സാധിക്കുന്നതെങ്കിൽ 100 രൂപ വീതം പ്രതിമാസം അടയ്ക്കണം. 40-ാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ 200 രൂപ വീതം എല്ലാ മാസവും അടച്ചുകൊണ്ടിരിക്കണം. എന്നാൽ 41 വയസ്സായിട്ടുണ്ട് എങ്കിൽ ഈ പദ്ധതിയിലേക്ക് ചേരാൻ സാധിക്കുന്നതല്ല. നമ്മൾ എത്ര രൂപയാണോ അടയ്ക്കുന്നത് ആ വിഹിതത്തിന്റെ തുല്യമായ എമൗണ്ട് കേന്ദ്ര സർക്കാരും നിക്ഷേപിക്കും. പിന്നീട് 60-ാം വയസ്സ് മുതൽ 3000 രൂപ പെൻഷനായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. പദ്ധതിയിൽ 10 വർഷമൊക്കെ അടച്ചു തുടരാൻ താല്പര്യമില്ല അങ്ങനെയെങ്കിൽ സേവിങ്സ് ബാങ്ക് പലിശ നിരക്ക് സഹിതം തുക തിരികെ കിട്ടുന്നതിനുള്ള സംവിധാനങ്ങളും ഉണ്ട്. അപേക്ഷകൾ വയ്ക്കേണ്ടത് കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ അക്ഷയ വഴിയോ അപേക്ഷിക്കാം. ബാങ്ക് അക്കൗണ്ട്, ആധാർ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഇൻഫർമേഷൻ, നോമിനിയുടെ വിവരങ്ങൾ, ഈ കാര്യങ്ങൾ ഇതിനു വേണ്ടി ആവശ്യമായിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ നൽകുന്ന പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് തടസ്സങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചെറിയ നിക്ഷേപത്തിൽ ചേരാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.